നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ടീച്ചർ പറയട്ടെ. എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന്. നമ്മൾ മേയും മൈറ്റും ഒക്കെ എങ്ങനെയാ പഠിച്ചത്? മേയും മൈറ്റും. പണ്ട് പഠിച്ചു മേയിന്റെ പാസൻസ് ആണ് മൈറ്റ് എന്ന്, അല്ലേ? പിന്നെ കുറച്ചും കൂടി വ്യക്തമായി പഠിച്ചു സാധ്യത കൂടുതലാണെങ്കിൽ മേ, സാധ്യത കുറവാണെങ്കിൽ മൈറ്റ്, അങ്ങനെ പഠിച്ചു, അല്ലേ? അതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. നേരിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എടുക്കുമ്പോഴോ നേരിട്ട് പറയുന്ന ഡയറക്റ്റ് ആയിട്ട് പറയുന്ന മേ ഇൻഡയറക്റ്റിൽ മൈറ്റ് ആയിട്ട് മാറ്റണം. അങ്ങനെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ഒരു ഗ്രാമർ. അപ്പൊ ടീച്ചർ പറയാണ്, എടാ അവൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഹി മേ കം. അവൻ വരാൻ സാധ്യതയുണ്ട്, ഹി മേ കം. വേറൊരാള് ചോദിക്കാണ്, ടീച്ചർ എന്താ പറഞ്ഞത്, ടീച്ചർ എന്താ പറഞ്ഞത്? അപ്പൊ അയാളോട് പറയുമ്പോ ഈ സാധ്യതയെ നിങ്ങൾ കമ്മിയാക്കൂ. അയാളോട് പറയുമ്പോഴും ടീച്ചർ പറഞ്ഞു അവൻ വരാൻ സാധ്യതയുണ്ടെന്ന്, അതേ സാധ്യതയല്ലേ അപ്പുറത്ത് കൊടുക്കണേ? ആണോ അല്ലേ? ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ടീച്ചർ സെഡ് ദാറ്റ് ഹി മൈറ്റ് കം എന്നാക്കും. അപ്പോ അവിടെ ആ ഒരു വാചകം വായിച്ചിട്ട് മൈറ്റ് വന്നതുകൊണ്ട് സാധ്യത കുറവാണെന്നൊന്നും എടുക്കല്ലേ എന്റെ പൊന്നു മക്കളെ. ഓക്കെ, താരതമ്യ പഠനം ആവശ്യമാണ്. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി കേട്ടോ. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇനി ഇന്റർമീഡിയറ്റിനാണെങ്കിലോ ഒരു 350 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇനി അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അടിപൊളിയാണ്. ഓക്കെ, യു ആർ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി.